ഹായ്, ദിസ് ഇസ് സിജു രാജൻ. ബിസിനസ്സുകാർ ചെയ്യാൻ പാടില്ലാത്ത 4 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ക്ലീഷേ ടോപ്പിക്കാണെന്ന് എനിക്കറിയാം, പക്ഷേ കാലങ്ങൾക്കനുസരിച്ചിട്ട് ഇതിൻ്റെ ആൻസറും മാറി മാറി വരും. കാരണം ഒരു വർഷം മുമ്പ് ഈ ഒരു വിഷയം അവതരിപ്പിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ പറയുന്ന 4 പോയിന്റ്സ് ആയിരിക്കില്ല ഞാൻ അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ സിറ്റുവേഷൻ വെച്ചുകൊണ്ട് പല ബിസിനസ്സുകാരും ചെയ്യുന്ന 4 അബദ്ധങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് ഇനിയുള്ള ബിസിനസ്സുകാർ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ബിസിനസ്സുകാർ ആവർത്തിക്കരുത്. ഒന്നാമത്തേത്, ആസ്കിങ് അഡ്വൈസ് ഫ്രം നോൺ എക്സ്പേർട്സ്. എക്സ്പേർട്സ് അല്ലാത്ത ആൾക്കാരോട് ബിസിനസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം പറയുക, അഭിപ്രായം ചോദിക്കുക. അത് വലിയൊരു തെറ്റാണ്. കാരണം എപ്പോഴും നമ്മൾ പറയുന്ന ഒരു എക്സാമ്പിളാണ്. നമുക്ക് പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത്, നമ്മൾ ട്രീറ്റ്മെൻറ്റിന് പോകുന്നത് ഒരു സിവിൽ എഞ്ചിനീയറോടല്ല, അവരോടല്ല അഭിപ്രായം ചോദിക്കുന്നത്, അവരോടല്ല നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നത്, ഒരു ഡോക്ടറിനോടാണ്. ഓരോ മേഖലയിലെയും എക്സ്പേർട്സിനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്കൊരു ബിസിനസ് ആശയമുണ്ടെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനോടല്ല നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത്, സുഹൃത്തുക്കളോടല്ല നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത്. ഒരുപക്ഷെ അടുത്ത സുഹൃത്തുക്കളായിരിക്കാം. അവരോട് ഡിസ്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വലിയ രീതിയിൽ ബെനിഫിറ്റ് കിട്ടിയെന്ന് വരത്തില്ല. നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഈ ബിസിനസ്സിനെ കുറിച്ച്, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുമായിട്ടും നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. അത് ഈവൻ ചെറിയ ബിസിനസ്സിൽ ചെറിയൊരു ഡിസിഷൻ ആയിക്കോട്ടെ, ജനറൽ ആയിട്ടുള്ള അഭിപ്രായം നിങ്ങൾ ചോദിക്കരുത്. കാരണം 10 പേരുടെ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ 10 പേർക്കും 10 രീതിയിലുള്ള പ്രതികരണങ്ങളായിരിക്കും അവർ വെക്കുന്നത്. കാരണം ഓരോരുത്തർ നോക്കി കാണുന്നത്, വീക്ഷിക്കുന്നത് പല രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെ അഭിപ്രായവും പല രീതിയിലാവും. അപ്പോൾ ആ അഭിപ്രായം ശരിയാവണമെന്നില്ല. നിങ്ങളുടെ ബിസിനസ് ഡിസിഷൻസ് എടുക്കേണ്ടത് നിങ്ങൾ സ്വയമാണ്, അല്ലാന്നുണ്ടെങ്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചിട്ടാണ്. അതുകൊണ്ട് നോൺ എക്സ്പേർട്സിനോട് അഭിപ്രായം ചോദിക്കുന്നത് നിർത്തുക. ആദ്യത്തെ അബദ്ധം അതാണ്, നോൺ എക്സ്പേർട്സിനോട് അഭിപ്രായം ചോദിക്കുന്നത്. രണ്ടാമത്തേത്, ഏതൊരു ചെറിയ കാര്യമാണെന്നുണ്ടെങ്കിലും ആ ചെറിയ കാര്യത്തിൽ കൂടുതൽ അങ്ങ് ഇടപെടുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗിങ് ഡീപ്പ് ഇൻ ടു ഇറലവൻറ്റ് തിങ്സ്. ബിസിനസ്സിലെ വളരെ ഇറലവൻ്റ് ആയിട്ടുള്ള ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിൽ പോലും ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് അതിനെക്കുറിച്ച് വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്ത് കീനായി പഠിച്ച് മുന്നോട്ടേക്ക് പോകുന്നത്, അത് ബിസിനസ്സിൻ്റെ വളർച്ചയെ മന്ദഗതിയിലാക്കും. വലിയ രീതിയിൽ നിങ്ങൾക്ക് വളരാനായിട്ട് കഴിയത്തില്ല. കാരണം അത് ഇറലവൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങളുടെ സ്റ്റാഫിന് വിട്ടു കൊടുക്കുക. എല്ലാ കാര്യങ്ങളും ഞാൻ സ്വയം ചെയ്യണം, എല്ലാ കാര്യത്തിൻ്റെയും വൈ എലമെൻ്റ് അറിയണം. അത് ഒരു ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അതല്ല അറിയേണ്ടത്. ബിസിനസ്സുകാരൻ എപ്പോഴും വലിയ വലിയ ഡിസിഷൻസ് എടുക്കുന്നതിൽ കൂടുതൽ സമയം ചെലവഴിക്കണം. ഈ ചെറിയ കാര്യങ്ങളിൽ, മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ഡെഫിനറ്റ്ലി അസൈൻ ചെയ്ത് കൊടുക്കുക. എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യണം. എല്ലാ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞാൽ അവിടെ ബുദ്ധിമുട്ടാൻ പോകുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കും. കാരണം ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല. ബിസിനസ്സിൻ്റെ ഫൗണ്ടേഷൻ പോലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയത്തില്ല. കാരണം ഒരുപാട് സമയം അതിനുവേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് യാതൊരു രീതിയിലുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാനും കഴിയത്തുമില്ല. കാരണം ലേണിംഗ് ആവശ്യമില്ലാത്ത സ്ഥലത്തേക്കാണ് പോകുന്നത്. ആവശ്യമുള്ള സ്ഥലത്തിൽ ലേണിംഗ് കേന്ദ്രീകരിക്കുക. സോ ഡിഗിങ് ഡീപ്പ് ഇൻ ടു ഇറലവൻറ്റ് തിങ്സ് രണ്ടാമത്തെ വലിയൊരു അബദ്ധമാണ്. മൂന്നാമത്തെ മിസ്റ്റേക്ക്, ഫോക്കസിങ് ഓൺലി ഫോർ ഷോർട്ട് ടേം പ്രോഫിറ്റ്സ്. ഹ്രസ്വകാലത്തേക്കുള്ള ലാഭത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് എഫേർട്ട് എടുക്കുക. ലോങ് ടേമിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ സീസണൽ ബിസിനസ് എന്ന് പറയാറില്ലേ, പക്കാ സീസണൽ ബിസിനസ് അല്ല. പക്ഷേ ഏതെങ്കിലും ഒരു കാലത്തെ മാത്രം, ഒരു ഷോർട്ട് ടേമിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ലോങ് ടേം അങ്ങ് ടോട്ടലി ഇഗ്നോർ ചെയ്തിട്ട് ഇപ്പം കച്ചവടം നടക്കുന്നുണ്ടല്ലോ അതങ്ങ് മതി എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകും. ഒരു മാറ്റത്തിനും തയ്യാറാവത്തില്ല. ഇപ്പോൾ വി ആർ വെരി സേഫ്. പലപ്പോഴും അങ്ങനെയാണല്ലോ, നമുക്ക് എന്തെങ്കിലും ഒരു സേഫ് ആയിട്ടുള്ള ഒരു സോൺ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കത്തില്ല. പ്രതിസന്ധി വരുമ്പോൾ മാത്രമാണ്, പ്രതിസന്ധി വന്ന് നമ്മൾ ബിസിനസ് തകർന്നു പോകുമ്പോൾ മാത്രമാണ് മാറണം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. റൈറ്റ്? സേഫ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ വളരെ സേഫാണ്. ആ പ്രോഫിറ്റ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ടാവും, വളരെ സേഫാണ്. ബിസിനസ്സിൽ മിസ്റ്റേക്ക് എന്നാൽ നമ്മൾ ഒരിക്കലും റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ടോട്ടലി ഇഗ്നോർ ചെയ്യും. അവിടെ ഫോക്കസ് ഷോർട്ട് ടേം പ്രോഫിറ്റ് മാത്രമാണ്. ലോങ് ടേമിൽ ആ ബിസിനസ് മുന്നോട്ട് പോകത്തില്ല. കാരണം പ്രശ്നങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങളൊരു വണ്ടി എടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു വണ്ടി ഓടിക്കുകയാണ്, വണ്ടിയിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ആയിരിക്കാം, കുറച്ച് കാലത്തേക്ക് കുഴപ്പമില്ല. പക്ഷേ ലോങ് ടേമിൽ പോകുന്ന സമയത്ത് ആ മിസ്റ്റേക്ക് എല്ലാത്തിനെയും, എല്ലാ ഫംഗ്ഷനെയും ബാധിച്ചു എന്ന് വരാം. റൈറ്റ്? വണ്ടി തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലാകാം. ബിസിനസ്സിനകത്തും അങ്ങനെ തന്നെയാണ്. ചെറിയൊരു മിസ്റ്റേക്ക് ആയിരിക്കാം, അതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്ത് നിങ്ങൾ മുന്നോട്ടേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ എല്ലാത്തിനെയും ബാധിക്കും, എല്ലാത്തിനെയും അത് അഫക്റ്റ് ചെയ്യും. ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് ഷോർട്ട് ടേം പ്രോഫിറ്റ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഇപ്പം ഞാൻ സേഫ് ആണല്ലോ, ഇനിയിപ്പോൾ എനിക്ക് മാറ്റമൊന്നും വരുത്തണ്ട എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് ടു കണ്ടിന്യൂ യുവർ ബിസിനസ്. ലോങ് റണ്ണിൽ ബിസിനസ് സക്സീഡ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യം ബിസിനസ്സിനെ അനലൈസ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യുക, മാറ്റങ്ങൾ വേണമെങ്കിൽ അതിനെ ഇതാക്കുക. ദാറ്റ് മീൻസ് ഫ്യൂച്ചർ പ്രൂഫ് ചെയ്യുക. ഫ്യൂച്ചർ പ്രൂഫ് ചെയ്തിട്ടുള്ള ബിസിനസ്സിലേക്ക് നിങ്ങൾ മാറാനായിട്ട് നോക്കുക. നാലാമത്തേത്, ഇൻക്രീസിങ് കസ്റ്റമേഴ്സ് വിത്തൗട്ട് ബിൽഡിംഗ് ഐഡൻറ്റിറ്റി. നമ്മളൊരു ഐഡൻറ്റിറ്റിയും ഉണ്ടാക്കാതെ കസ്റ്റമേഴ്സിനെ മാത്രം വളർത്തിക്കൊണ്ടിരിക്കുക.
റൈറ്റ്? അതായത് സെയിൽസ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും, പുതിയ കസ്റ്റമേഴ്സിനെ കാണുന്നു, നമ്മൾ സെയിൽസ് നടത്തുന്നു, പക്ഷെ നമ്മൾ ഒരു ഐഡന്റിറ്റിയും കസ്റ്റമർ മുമ്പിൽ വെക്കുന്നില്ല, മുന്നോട്ടേക്ക് വെക്കുന്നില്ല. എന്ത് സംഭവിക്കും? ഒരു കോമ്പറ്റീറ്റർ വരുന്ന സമയത്ത് കസ്റ്റമർ കോമ്പറ്റീറ്ററിന്റെ പുറകെ പോകും. കാരണം നമ്മളൊരു ഐഡന്റിറ്റി വെച്ചില്ല, ആൾക്കാർ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യത്തില്ല, അവൻ പ്രോഡക്റ്റിനെ മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ, ആ പ്രോഡക്റ്റിന് പുറകിലെ ആ ഒരു എക്സ് ഫാക്ടർ, ദാറ്റ് ഇസ് അവർ ഐഡന്റിറ്റി, അത് ഫോക്കസ് ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കസ്റ്റമേഴ്സിനെ വളർത്തുന്നത് മാത്രമാണ് ബിസിനസ്സിന്റെ ലക്ഷ്യമല്ല, നിങ്ങൾ ഐഡന്റിറ്റി ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾ ഒരു ന്യൂസ് പേപ്പറിൽ ഒരു ആഡ് കൊടുക്കുകയാണ്, ഒരു റിക്രൂട്ട്മെന്റ് ആഡ് കൊടുക്കുകയാണ്, ആഡിന് അധികം ആൾക്കാരൊന്നും റെസ്പോണ്ട് ചെയ്തില്ല, ആ പൈസ നഷ്ടമായിട്ട് നിങ്ങൾ കരുതരുത്. അതൊരു ബ്രാൻഡ് ഐഡന്റിറ്റി ക്രിയേഷൻ്റെ ഒരു ഭാഗമാണ്, റൈറ്റ്? പബ്ലിസിറ്റി നിങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ഒരുപക്ഷെ അതിന് വലിയ രീതിയിൽ പ്രോഫിറ്റ് ജനറേഷൻ കഴിഞ്ഞൊന്നും വരത്തില്ല, പക്ഷേ സ്റ്റിൽ ദാറ്റ് ഹെൽപ്സ് യു ടു ബിൽഡ് യുവർ ഐഡന്റിറ്റി. സോ ഐഡന്റിറ്റി ബിൽഡിങ്ങിന് കൂടുതൽ സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യാനായിട്ട് നോക്കുക. ഡെഫിനറ്റ്ലി വൺസ് ഐഡന്റിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് എണ്ണം കൂടും. കസ്റ്റമേഴ്സിന് എണ്ണം കൂട്ടാൻ വേണ്ടി മാത്രമുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡന്റിറ്റി ശ്രദ്ധിക്കാനായിട്ട് കഴിയത്തില്ല. ലോങ് ടേമിൽ ഡെഫിനറ്റ്ലി ബിസിനസ്സിനെ മുന്നോട്ടേക്ക് നയിക്കാനും കഴിയത്തില്ല. അപ്പോൾ ഈ 4 കാര്യങ്ങൾ, ഒന്നാമത്തേത് ആസ്കിങ് അഡ്വൈസ് ഫ്രം നോൺ എക്സ്പേർട്സ്, എക്സ്പേർട്ട് അല്ലാത്ത ആൾക്കാരോട് അഭിപ്രായം ചോദിക്കുന്നത് ഇപ്പോൾ തന്നെ നിർത്തിക്കോളൂ. രണ്ടാമത്തേത് ബിസിനസ്സിലെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളിലെ പോലും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് അതിനെക്കുറിച്ച് അനലൈസ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് മുന്നോട്ടേക്ക് പോകുന്നത് ആവശ്യമില്ലാത്ത നിങ്ങളുടെ സമയത്തെ കളയുന്നതാണ്. ആൻഡ് മൂന്നാമത്തേത് ഷോർട്ട് ടേം പ്രോഫിറ്റിന് വേണ്ടി മാത്രം ബിസിനസ്സിനെ മുന്നോട്ടേക്ക് നയിക്കുക. ബിസിനസ്സിലെ മിസ്റ്റേക്സിനെ ഐഡന്റിഫൈ ചെയ്യാതിരിക്കുക. ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാലും കെയർ ചെയ്യാതിരിക്കുക. ലാഭം ഉണ്ടല്ലോ, ബിസിനസ് നടക്കുന്നുണ്ടല്ലോ, വി ആർ സേഫ് എന്ന് പറഞ്ഞ് മുന്നോട്ടേക്ക് പോവുക. അത് ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്. ലോങ് റണ്ണിൽ ബിസിനസ്സിനെ അത് തകർക്കത്തേ ഉള്ളൂ. ആൻഡ് ഫൈനലി നാലാമത്തേത് ഇൻക്രീസിങ് യുവർ കസ്റ്റമേഴ്സ് വിത്തൗട്ട് ബിൽഡിങ് എനി ഐഡന്റിറ്റി. ഒരു ഐഡന്റിറ്റി, ഒരു വ്യക്തിത്വം ഉണ്ടാക്കാതെ അതിന് ജനങ്ങളിലേക്ക് എത്തിക്കാതെ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടി മാത്രം കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ബിസിനസ്സിനെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് പിന്നീട് നയിക്കത്തുള്ളൂ. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിനെ ബീറ്റ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. കോമ്പറ്റീഷൻ ഒരു രീതിയിൽ നിങ്ങൾക്ക് ബീറ്റ് ചെയ്യാനായിട്ട് കഴിയത്തില്ല, കാരണം നിങ്ങൾ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി വെച്ചിട്ടില്ല. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ഇന്നത്തോടുകൂടി നിർത്തിയതിന് ശേഷം നിങ്ങൾ ബിസിനസ് മുന്നോട്ടേക്ക് നയിക്കുക. ബ്രാൻഡിസം ഒരു ബിസിനസ് മോഡൽ ഡെവലപ്മെന്റ് വർക്ക്ഷോപ്പ് 2-day വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. 2 ദിവസം കൊണ്ട് നിങ്ങളുടെ ബിസിനസ് മോഡൽ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് കഴിയും. പ്രിന്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡൽ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. 1-to-1 ഇൻട്രാക്ഷനിലൂടെ, കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പിലൂടെയാണ് നമ്മളത് ഡെവലപ്പ് ചെയ്യുന്നത്. സോ ആ ഒരു കോഴ്സിൽ പങ്കെടുക്കുന്നതിനായിട്ട് trainings.brandism.com സന്ദർശിക്കുക, രജിസ്റ്റർ ചെയ്യുക, നിങ്ങളുടെ ടൈം സ്ലോട്ട് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ദെൻ നമുക്ക് മീറ്റ് ചെയ്യാം, നിങ്ങളുടെ ബിസിനസ് മോഡൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ സിജു രാജൻ സൈനിങ് ഓഫ്. Goodbye.